അപ്പൊ ഇത് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഹിലേര ചാനലാണ്. ഹിലേര ചാനലിൽ നമ്മളൊക്കെ വന്നിരിക്കുകയാണ്. ഞാന് ആദ്യമായിട്ട് ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാ. ഇന്റർവ്യൂ ഒന്നും അല്ല, ക്യാഷ് ടോക്ക് ആണ്. എന്റെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ലേനെ ഏറി കയറ്റുക എന്നുള്ളത്. ട്രോളന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അന്ന് ഏറി കയറിയിട്ട് രാജ്യത്ത് നിന്ന് നാട് വിട്ടു പോയാണ്. തിരിച്ച് ഇന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇന്ന് തിരിച്ച് കയറി. എനിക്കിപ്പോ അവാർഡ് കിട്ടിയില്ലേ? അമ്മയാണ് ചിരിക്കുന്നത്. അത് നോട്ട് ചെയ്തേക്കണേ. ബെസ്റ്റ് എനിക്ക് അവാർഡ് മേടിച്ചത് ആരും ചേച്ചി. ഏത് അവാർഡ് കിട്ടിയത്? ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ ആൻഡ് വെൽനസ് എഡ്യൂക്കേറ്റർ. ഓക്കെ ഓക്കെ. അതിനൊരു വലിയ പേരാണ്. അത് ഓർത്തിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം എന്താണ് വിശേഷം? രാവിലെ നല്ല മഴ. എന്നാൽ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ അതികഠിനമായ മഴയാണ്. അപ്പോൾ എല്ലായിടും മഴ ഉണ്ട് എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ എന്താ, അപ്പോൾ ഇന്നലെ ഡോക്ടർ റൂബിൻ രാധാകൃഷ്ണൻ, അഫ്ല, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നൊരു വീഡിയോ. ആരതിപ്പൊടി ഉണ്ടായിരുന്നു, അഫ്ലയുടെ മമ്മി ഉണ്ടായിരുന്നു. ഒരു പേഴ്സണൽ ടോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദ സംഭാഷണം നടക്കത്തില്ലേ, അത് അവരൊരു വീഡിയോ ആക്കി. എനിക്ക് വളരെ രസകരമായി തോന്നി. പല വിഷയങ്ങളും സംസാരിച്ചെങ്കിലും ഫ്രണ്ട്ലി ടോക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ഗൗരവമായിട്ട് സംസാരിക്കാൻ പറ്റിയ ഇത് വിഷയങ്ങളൊന്നും അവർ സംസാരിച്ചില്ല. ഗൗരവതരമല്ല, എന്നാലും പല കാര്യങ്ങളും അവർ സംസാരിച്ച് വന്നു. അവർ രണ്ടുപേരും, പ്രത്യേകിച്ച് അഫ്ല 1 മില്യൺ വ്യൂസ് ഉള്ളൊരു യൂട്യൂബറാണ്. പിന്നെ ആരതിപ്പൊടിയായാലും ഡോക്ടർ റൂബിനെ നമുക്കറിയാമല്ലോ. സോഷ്യൽ മീഡിയ അടക്കി പിടിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ റൂബിൻ്റെ പേര് പറയേണ്ടി വരും. അതുപോലാണ്, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കണ്ടൻറ്റിൻ്റെ ബഹളം ഡോക്ടർ റൂബിൻ എപ്പോഴും തരാറുമുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് കഴിഞ്ഞപ്പം എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. നമുക്ക് ഏകദേശം 48-50 മിനിറ്റോളം ഉള്ളൊരു വീഡിയോ പെട്ടെന്ന് നമുക്ക് ബോറടിക്കും. ചില വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബോറടിക്കും. പിന്നെ യൂട്യൂബിനകത്ത് വല്ല കണ്ടൻറ്റ് വല്ലതും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ കുത്തിയിരുന്ന് കാണുന്നത്. കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം സാധാരണ നമ്മൾ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യാറില്ല. പിന്നെ സ്ട്രൈക്കിൻ്റെയൊക്കെ മേളമാണ്. പലരും നമ്മളെ നോട്ടപ്പുള്ളിയായിട്ടൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ചെയ്യാനുള്ളൊരു കാര്യമുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം. ഇപ്പം ഇതിന് വലിയ സീരിയസുള്ള പ്രശ്നങ്ങളില്ല. നമ്മൾ എപ്പോഴും സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്താ പറയുന്നത്, ഇത് രസകരമായുള്ള സംഭാഷണമല്ലേ. നമ്മൾ കേട്ടപ്പം തന്നെ രസകരമെന്ന് തോന്നിയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു സൗഹൃദ സംഭാഷണം, രണ്ട് ഫ്രണ്ട്സുകൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഡോക്ടർ റൂബിൻ എന്നും ഈ മീഡിയയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. മീഡിയയിൽ നിന്ന് അദ്ദേഹത്തിന് ഒത്തിരി പോസിറ്റീവും കിട്ടിയിട്ടുണ്ട്, പിന്നെ നെഗറ്റീവും കിട്ടിയിട്ടുണ്ട്. ഈ ബിൽഡപ്പ് ചെയ്യാൻ, ഡോക്ടർ റൂബിൻ രാധാകൃഷ്ണനെ ബിൽഡപ്പ് ചെയ്യാൻ മീഡിയ ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരോട് സൗഹൃദ മനോഭാവത്തിലാണ്. അവർ തമ്മിലൊരു ബോണ്ടുണ്ട്. അത് അഫ്ല പറയുന്നുണ്ട്. ഡോക്ടർ റൂബിനും മീഡിയയും തമ്മിൽ ഒരു ബോണ്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചറിയാം. ഡോക്ടർ റൂബിൻ എവിടെ പോയാലും അവിടെ മീഡിയ എത്തും. അത് അവരൊരു കണ്ടൻറ്റിൻ്റെ ഒരു ഇത് തന്നെയാണ്. കാരണം ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുന്നിടത്ത് പോയി വീഡിയോ എടുത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അങ്ങനെ കണ്ടൻറ്റൊന്നും കിട്ടത്തില്ല. പക്ഷേ ഡോക്ടർ റൂബിൻ്റെ വീഡിയോയ്ക്ക് ഇപ്പോഴും ആവറേജ് വ്യൂസ് കിട്ടും. അതുതന്നെയാണ് അവർ പോകാനും. എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു മീഡിയയെ സംബന്ധിച്ച്, യൂട്യൂബറെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർ കണ്ടൻറ്റിനാണ് പ്രാധാന്യം. എപ്പോഴും സാമ്പത്തിക ഒരു പ്രശ്നമാണല്ലോ. ഇത് ഇപ്പം എറണാകുളത്ത് പോവുക, തിരുവനന്തപുരത്ത് പോവുക, കോഴിക്കോട് പോവുക, ഡോക്ടർ റൂബിൻ പോകുന്നിടത്തെല്ലാവരും പലരും പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം കാണുമ്പോഴത് നല്ല ചിലവുള്ള കാര്യമാണ്. അവിടെ പോയി ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞൊക്കെ വരാൻ പറ്റുള്ളൂ. ആഹാരത്തിൻ്റെ ചിലവുണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടിയെങ്കിൽ മാത്രമേ നമ്മളതിന് മെനക്കെടുത്തുള്ളൂ. അപ്പം ഡോക്ടർ റൂബിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കണ്ടൻറ്റ് കിട്ടും. അതിനനുസരിച്ചുള്ള ഡോളർ അവർക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിട്ട് തന്നെ അവർ പോകുന്നത്. ഇപ്പോഴും അത് തുടർന്ന് തന്നെ പോകുന്നുണ്ട്. നമ്മളെപ്പോഴും കാണുന്നുണ്ട് ഈ തേനീച്ചക്കൂട് പൊട്ടിച്ച പോലെ ഡോക്ടർ റൂബിൻ പോകുന്നിടത്ത് മീഡിയകൾ കൂട്ടമായി എത്തും. മീഡിയ ഇല്ലെങ്കിൽ തന്നെ മൊബൈലുള്ളവരെല്ലാം ഡോക്ടർ റൂബിൻ പറയുന്നതെല്ലാം അത് സൗഹൃദമായിട്ട് തന്നെ അവരുടെ ആ
എന്താ പറയുന്നത്, ഇന്ന് പലർക്കും ഇല്ലാത്തൊരു കാര്യമുണ്ട്. പല ബിഗ് ബോസ് താരങ്ങളായാലും വ്യക്തികളായാലും അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ മീഡിയയെ മൈൻഡ് ചെയ്യാൻ മെയിൻ സ്ട്രീം മീഡിയകളെ മാത്രം നിൽക്കുന്നവരുണ്ട്. അവരെ മാത്രം നോക്കി അവർക്ക് ഇൻ്റർവ്യൂ കൊടുത്ത് കാശ് മേടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ കൊടുത്തു ക്യാഷ് മേടിക്കുന്ന ഒരു ആൾക്കാരുണ്ട്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി മീഡിയയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. അവരുടെ ജീവിക്കാൻ വേണ്ടിയാണ് അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഡോക്ടർ റോബിൻ ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ ഈ വീഡിയോയ്ക്കകത്തും മീഡിയയെ പറ്റി ഡോക്ടർ റോബിൻ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. എന്നോട് പറഞ്ഞു കല്യാണത്തിന്റെ ഡേറ്റ് ഒരിക്കലും പറയില്ല. അപ്പൊ ഞാനാണെങ്കിൽ മീഡിയ വന്ന് അധികം സംസാരിക്കാൻ നിൽക്കാറില്ല, മീഡിയ ഉള്ള സ്പേസിലേക്ക് അധികം പോവാറില്ല. അപ്പൊ റോബിൻ ചേട്ടനോട് കാറിൽ വെച്ചിട്ട് പറഞ്ഞു മീഡിയ വരും ചോദിക്കും കല്യാണ ഡേറ്റ് പറയരുത്. അപ്പൊ തന്നെ ഞാൻ ചൂടായി. ചേട്ടൻ എന്താ ഞാൻ മീഡിയ എടുത്ത് സംസാരിക്കാൻ നിൽക്കോ, എനിക്കറിയില്ല, ചേട്ടന്റെ കാര്യം എന്നൊക്കെ കൊണ്ട് കരിപ്പായി. അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പൊ റോബിൻ ചേട്ടാ ഓക്കെ എന്നാ ശരി പറയണെങ്കിൽ വേണ്ടതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് എത്തിയിട്ട് സ്റ്റേജിൽ എത്തിയിട്ട് രഞ്ജിനി ഹരിദാസ് എന്നോട് കല്യാണം വന്നു. അപ്പൊ എന്റെ മൈൻഡില് മീഡിയ വന്നാൽ പറയാത്ത ഇത് രഞ്ജിനി ഹരിദാസ് ആണല്ലോ ചോദിച്ചത്. ഞാൻ പറഞ്ഞു പോയി ഞാൻ കൊടുക്കുന്ന ഇഷ്ടം എന്നെ വെള്ളം പിടിക്കാന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ചാറ്റിന് മീഡിയാസ് നമ്മൾ പ്രത്യേക ബോണ്ട് ഉണ്ട്. അല്ല ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചിരുന്നു ഈ മീഡിയ ക്യാമറ ഇതൊക്കെ ഞാൻ ഒബ്വിയസ്ലി ഞാൻ അറ്റൻഷൻ ഒക്കെ ആഗ്രഹിച്ചിട്ടാണ്. ഞാൻ എവിടെയോ ഇരുന്ന് ഏതൊരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ അധികം ആൾക്കാർ അറിയാത്ത ഒരാൾ ഇപ്പൊ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അറിയുന്നില്ല. നിന്റെ ഫാദറിന് എന്നെ ഇഷ്ടം പബ്ലിക്കലി അനൗൺസ് ചെയ്യുന്നത് വെറുതെ പറഞ്ഞത്. അതിന്റെ വായിൽ വന്നത് സെപ്റ്റംബർ. അപ്പൊ ഞാൻ സെപ്റ്റംബർ അല്ല. ഞാൻ ഒരു കാര്യം ചേട്ടാ മീഡിയക്കാര് പറഞ്ഞു എന്തെങ്കിലും മീഡിയക്കാർ കാരണം ചേട്ടന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്. ചേട്ടില്ല എനിക്ക് നല്ലോണം തോന്നിയിട്ടുണ്ട്. അഭിപ്രായം പറയാൻ സമയം ഞാൻ പറയാം. മീഡിയ എന്ന് പറഞ്ഞാൽ രണ്ട് കൈൻഡ് ഓഫ് മീഡിയ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് വേൾഡ്. അവിടെ എല്ലാ കണ്ടന്റാണ്. ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് നല്ല രീതിയിലും എടുത്ത് കാണിക്കും, നമ്മൾ ഈ പറയുന്നത് മോശം രീതിയിലും എടുത്ത് കാണിക്കും. മനസ്സിലാവുന്നുണ്ട്. സോ അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന ഓരോ മീഡിയക്കാർക്കും കണ്ടന്റ് വേണം, അതുകൊണ്ട് എന്ത് ചെയ്യണം, റവന്യൂ വേണം. അതുകൊണ്ടാണ് അവരുടെ ജീവിതവും കുടുംബം എല്ലാം പോകുന്നത്. നല്ലത് ഇപ്പം ഹില നല്ലത് ചെയ്തു എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് ചിലപ്പം ഒരു 1000 പേരുണ്ടാകും. പക്ഷെ ഹില ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ ഇത് ചൂണ്ടിക്കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് കാണാൻ 25,000 പേരുണ്ടാവും. അങ്ങനെയാണ്. കാരണം ഇപ്പൊ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പാസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നടന്നാലും നമുക്കുണ്ടായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഓർത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ റിലേഷൻഷിപ്പ് എടുത്ത് നോക്കിയാലും ചിലപ്പോൾ ആ റിലേഷൻഷിപ്പിൽ ഒരു 80% നല്ല കാര്യം, ചിലപ്പോൾ 20% ആയിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത്. പക്ഷെ നമ്മുടെ അടുത്ത് ഓർക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പറയുന്നതും ചിലപ്പോൾ ആ 20% ആയിരിക്കും. കാരണം നമ്മുടെ ഹ്യൂമൻ ടെൻഡൻസി അങ്ങനെയാണ്. അപ്പം ഇവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊന്നും ഇല്ലാതെ നമ്മുടെ കാര്യം നോക്കി എവിടെയെങ്കിലും പോയി ഒതുങ്ങി ജീവിക്കണം. നമ്മൾ ഈ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഫെമിലിയർ ആയി തുടങ്ങി കഴിഞ്ഞാൽ ഇതെല്ലാം ഫേസ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഡോക്ടർ റോബിനെ മീഡിയയെ എപ്പോഴും സപ്പോർട്ട് ചെയ്താണ് ഡോക്ടർ റോബിൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടിയത് ഡോക്ടർ റോബിന് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഡോക്ടർ പറഞ്ഞ അവർ നെഗറ്റീവിന് വേണ്ടിയായിരുന്നു. അതൊരു നമ്മളെപ്പോഴും സാധാരണ മനുഷ്യസഹജമാണിത്. കാര്യം പോസിറ്റീവായിട്ട് ഇപ്പം നമ്മൾ വളരെ പോസിറ്റീവായ പല തംബ്ലൈനും ഒക്കെ ആർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകാത്ത തംബ്ലൈനൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് വലിയ വ്യൂസൊന്നും വരാറില്ല. നേരെ വാ എന്നുള്ള രീതിയിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ കാണാനാവില്ല. പക്ഷേ ഏതെങ്കിലും വളഞ്ഞ വഴിയിലുള്ള തംബ്ലൈന് ഇപ്പോൾ സംഭവിച്ചത് കണ്ടോ? ഇപ്പോൾ ഞാൻ ഇതിന് തംബ്ലൈന് ഡോക്ടർ റോബിൻ അഫ്ലിയോട് ചെയ്തത് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണും, നിങ്ങൾ ഞെട്ടിപ്പോവും എന്നൊക്കെ ഒരു തംബ്ലൈനൊക്കെ ഇട്ട് കഴിയുമ്പോഴുണ്ടല്ലോ ആൾക്കാർ കയറി കാണും. പക്ഷെ അത് നേരെ വാ അവർ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തംബ്ലൈനായിട്ട് ഉപയോഗിച്ച് ആരും കാണാനില്ല. അതാണ് പ്രശ്നം. ഈ ആൾക്കാരെല്ലാം പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന കണ്ടന്റ് ഇത് തന്നെ ആയിരിക്കും. ഇപ്പം ഞാൻ ഈ ഉപയോഗിക്കുന്ന കണ്ടന്റ് തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കും. അപ്പം വ്യൂസ് എല്ലാം ഏകദേശം ഒന്ന് തന്നെയാണല്ലോ. അപ്പം കാണുമ്പോഴത്തേന് പോകും അത് മറ്റേതല്ലേ അവർ ഞാൻ കണ്ടതാ എന്നുള്ള ഉദ്ദേശിച്ച ആൾക്കാരും കാണാതെ വരും. അപ്പം നമ്മളുടെ വീഡിയോയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി നമ്മൾ തംബ്ലൈനൊക്കെ ആകർഷണമാക്കി മാറ്റും.
അത് ചില വേർഡുകളൊക്കെ ചിലർ ഉപയോഗിക്കുന്നേ ഉള്ളൂ. അത് ഡോക്ടർ റോവിന് പൊതുവേ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ മറ്റൊരു രണ്ട് എതിർക്കുന്നുമുണ്ട്. പൊതുവേ കുഴപ്പമില്ല, അവരെല്ലാം ട്രോളൊക്കെ ഇഷ്ടപ്പെടുന്നതും ചിരിക്കുന്നതും ഒക്കെയാണെന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഇങ്ങനെ വളരെ രസകരമായിട്ട് ഈ ഇൻ്റർവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പേഴ്സണൽ ടോക്കായിട്ട് മാറുന്നുണ്ട്. ഇത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു റിയാക്ഷൻ വീഡിയോ എന്നൊരു ഉപരി എല്ലാവരും ഇത് പോയി കാണുക. ഡോക്ടർ റൂമിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട്. അഫ്ല ഇഷ്ടപ്പെടുന്നവർ കാണും, ആരതിപ്പൊടിയെ ഇഷ്ടപ്പെടുന്നവർ കാണും. അവരെല്ലാം ഈ രസകരമായ, നമ്മുടെ ഈ ഗൗരവതരമായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കാതെ ഇങ്ങനെയുള്ള രസകരമായ ടോക്ക്. എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂ, നമ്മൾ ധ്യാൻ ശ്രീനിവാസൻ്റെയൊക്കെ ഇൻ്റർവ്യൂ കാണുമ്പോൾ അവർ ഇൻ്റർവ്യൂ എന്നൊരു രണ്ടുപേര് തമ്മിലുള്ള ഒരു അവതാരകയും ധ്യാനും തമ്മിൽ വളരെ കാഷ്വലായിട്ട് സംസാരിച്ച് പോകുന്നതാണ്. അതുകൊണ്ടാണ് ധ്യാൻ ശ്രീനിവാസൻ്റെ ആയാലും ഡോക്ടർ റോവിൻ്റെയൊക്കെ ആയാലും വീഡിയോ വളരെയധികം വൈറലാകുന്നതിനുള്ളൊരു കാരണം. അത് ഇൻ്റർവ്യൂ എന്ന നിലയിലല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് പേഴ്സണലായിട്ട് സംസാരിച്ച് പോകുമ്പോൾ അത് ഇച്ചിരിയും കൂടെ റീച്ച് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. അത് ഈ ഇൻ്റർവ്യൂ ഒരു ചെറു പുഞ്ചിരിയോടല്ലാതെ ഈ ഇൻ്റർവ്യൂ മൊത്തം നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ ഈ ഒത്തിരി ദിവസത്തിന് ശേഷം ഒരു റിയാക്ഷൻ വീഡിയോ നമ്മൾ ചെയ്യാനുള്ളൊരു കാരണമാണ് ഞാൻ പറയാം. നമ്മൾ പല ചാനലുകൾ നമുക്ക് സ്ട്രൈക്ക് കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ആരുടെ ഏതെങ്കിലും വീഡിയോ എടുത്താലല്ലേ നമുക്ക് റിയാക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അത് സ്ട്രൈക്ക് തന്നു കഴിഞ്ഞാൽ നമ്മുടെ പണി പാടും. അപ്പോൾ ഇതിനകത്ത് അത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്നറിയില്ല, ഡോക്ടർ റോവിൻ മിക്കവാറും സ്ഥിരമായിട്ട് പറയുന്ന ഒരു സാധനമുണ്ട്, ആർക്കും നിങ്ങൾ സ്ട്രൈക്ക് കൊടുക്കരുത്, അവർക്ക് റിയാക്ഷൻ ചെയ്തോട്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ എന്ന്. അപ്പോൾ അതാണ് ഡോക്ടർ റോവിനെ മറ്റുള്ളവരിൽ നിന്ന് ഏറ്റവും മുകളിൽ നിർത്തുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിനകത്തും ഡോക്ടർ റോബിൻ പറയുന്നുണ്ട്, ഇതിന് ആൾക്കാരൊക്കെ റിയാക്ഷൻ ചെയ്യും, ആൾക്കാർ ഇതിൻ്റെ കണ്ടൻറ്റൊക്കെ എടുത്തുനിന്നിരിക്കും, അതിന് അഫ്ല ഒരു കാരണവശാലും ഇതിന് കോപ്പിറൈറ്റ് ഒന്നും കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഫ്ല പറയുന്നുണ്ട്, ഞാൻ ഇത്രയും നാളായിട്ട് ആർക്കും കോപ്പിറൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ സംസാരം വരുന്നതിനെ പറ്റി ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ, എന്ത് സംസാരിച്ചു തുടങ്ങിയാൽ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, അതിൽ കൂട്ടത്തിൽ ചേർത്ത് അങ്ങനെ ചെയ്യും, പറയും. എനിക്ക് ഇത്ര കാര്യമുള്ളൂ, അത് എഡിറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ പലരും അത് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്. അത് പിന്നെ അവർക്ക് ടൈമിംഗ് ഉണ്ടല്ലോ, നിന്റെ ചാനലായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, ഇവിടെ നിന്ന് ഇപ്പൊ ഇട്ടിട്ടേ വിടുന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും നല്ല ശുഭമായിട്ടിരിക്കട്ടെ. പിന്നെ അത് മാത്രമല്ല, പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും റിയാക്ഷൻ ചെയ്യാനുള്ള കാര്യം കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യൂ. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒന്നും ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോന് നമ്മുടെ അസ്ല മാലി അതും ഒരു കാരണമാണ് ഇത് നമ്മൾ കാണാൻ. അപ്പം എല്ലാവരും പോയി കാണുക കേട്ടോ. അപ്പം മറ്റൊരു വിഷയം, അതുപോലെ വേറൊരു കാര്യം പറയാൻ പറ്റും. അഫ്ല പറയുന്നുണ്ട്, അഫ്ലയുടെ വാപ്പ ഡോക്ടർ റോബിൻ്റെ ഒരു കടുത്ത ഫാനായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ പുറത്തായതിനു ശേഷം ബിഗ് ബോസ് ഇത്രയും നാളായിട്ടും കണ്ടിട്ടില്ല എന്നും പറയുന്നു. അത് തന്നെ വലിയൊരു കാര്യമല്ലേ. അതുപോലെ വാപ്പ പറയുന്നുണ്ട്, അഫ്ല പറയുന്നുണ്ട്, അഫ്ല ഫാദർ പറയുന്നുണ്ട് ഇതുപോലെ, ഇനി അഫ്ല ഏതെങ്കിലും കാരണവശാൽ ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ മാത്രമേ ഇനി ബിഗ് ബോസ് കാണത്തുള്ളൂ, ഡോക്ടർ റോബിനെ പുറത്താക്കിയതുകൊണ്ട് ഇനി ബിഗ് ബോസ് കാണത്തില്ല എന്ന് പറയുന്ന ഫാദറാണ് തൻ്റേതെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അഫ്ലയുടെ ഫാദർ. ആ കാര്യം ഈ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊരു പ്രത്യേക വായു തന്നെയായിരുന്നു. അവർ രണ്ടുപേരും ആരതിപ്പൊടിയൊക്കെ ആയിട്ട് വളരെ ക്യാഷ്വലായിട്ടാണ് സംസാരിച്ചത്. രസകരമായൊരു ടോക്കിംഗ് ആയിരുന്നു. എല്ലാവരും പോയി കാണുക. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബായ്.